നമ്മളൊരു കടയുടെ മുന്നിൽ വന്നപ്പോൾ ആ കടയുടെ പേര് ജനപ്രിയ സ്റ്റോഴ്സ് എന്നാണ്. ഇവർ തന്നെ എഴുതി വെച്ചാൽ മതിയോ? നാട്ടുകാർക്ക് തോന്നുന്നുണ്ട്. ജനപ്രിയ പോലീസ് സ്റ്റേഷൻ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ജനപ്രിയ പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ചോദിച്ചു നോക്കാം, ജനപ്രിയ സ്റ്റോഴ്സിൻ്റെ ഉടമ ആരാണ്? താങ്കളാണോ? താങ്കൾ സ്വയം എഴുതി വെച്ചതാണോ നാട്ടുകാരിട്ടതാണോ? അല്ല, നമ്മൾ സ്വയം. പക്ഷെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കടയാണ് അല്ലേ? ഓക്കെ. എത്ര വർഷമായിട്ട് ഈ കച്ചവടം ചെയ്യുന്നുണ്ട്? 4 വർഷമായി. 4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ, 10-300 കുടുംബം ഉണ്ട് അല്ലേ ഇവിടെ അല്ലേ? ഒറ്റ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു 300, 1000, 1250 വോട്ട് കിട്ടും അല്ലേ? ഉമ്മതാണോ ഈ അക്കീമൊക്കെ ത്രൂ ഔട്ട് ഇവിടെ തന്നെയാ? ഈ തെരുവ് വിട്ട് പോതയില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, പോത്തന്നെ നല്ലത്. എങ്ങനെയുണ്ട്? പക്ഷേ റോഡൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് മാറി. ഗെയിലിന് വന്നപ്പോൾ മാറിയതാ അല്ലേ? അല്ലെങ്കിൽ നല്ല സ്മൂത്ത് റോഡായിരിക്കും. അപ്പോൾ ഒരു മനോഹരമായ ഒരു തെരുവിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയങ്ങാടിയിലുള്ള ഒരു അങ്ങാടിക്കടയിലാണ് നിൽക്കുന്നത്. ഇവിടെ എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ ഗംഭീരമായിട്ട് പോകുന്നു? ഈ നാട്ടുകാരുള്ളത് കൊണ്ട് കച്ചവടം ഉഷാറാണ്. നാട്ടുകാർക്ക് എല്ലാ ഫേമസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഉള്ളി മുതൽ കർപ്പൂരം വരെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. മൊത്തത്തിൽ എങ്ങനെ രാഷ്ട്രീയ നിലപാട്? എല്ലാവരുമായിട്ടും സൗഹൃദമാണ് അല്ലേ? ഇത്തവണ UDF തന്നെയായിരിക്കും സാധ്യത അല്ലേ? തോന്നുന്നു എന്നുള്ളതാണ്. എന്താ ഒരു സാധ്യത? UDF സാധ്യതയുണ്ട് അല്ലേ? ഈ മണ്ഡലം, പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് ലീഗിന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ എങ്ങനെ ജീവിതമൊക്കെ സന്തോഷമാണല്ലോ? കുഴപ്പമില്ലാതെ പോകുന്നു. പെൻഷൻ കിട്ടുന്നുണ്ടോ? അതിനായിട്ടില്ല. പെൻഷൻ കിട്ടില്ല. കണ്ടാകുമ്പോൾ പറഞ്ഞൂടെ? പഴയ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഫുട്ബോൾ കളിയൊക്കെ കാണാറുണ്ടോ? ടീമൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയ സ്ക്രീനൊക്കെ കാണും. ഏതാ ടീം? പോർച്ചുഗലാണ്. ഇവിടെ കുറെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ടല്ലോ. താങ്കളോ? ബ്രസീലാണ്. അർജന്റീന. അപ്പൊ അർജന്റീനക്കാണ് കൂടുതൽ ആൾക്കാർ അല്ലേ? പക്ഷെ കൂടുതൽ ഇപ്പൊ അർജന്റീനയുടെ ആളാണ് ഇവിടെ ഉള്ളത്. പൊതുവെ ഞങ്ങൾക്ക് ബ്രസീലാണ് ഇവിടെ അല്ല, കപ്പടിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അല്ലേ? അർജന്റീന കൂടുതൽ. അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് അർജന്റീന കൂടുതൽ എന്നാണ്. അത് അവർക്ക് തോന്നും. പൊതുവെ അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് ശരിക്കും എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ചൂടുപിടിച്ച ചർച്ച നടക്കുന്നത് ഫുട്ബോളിലാണ്. രണ്ടുമുണ്ട്. പക്ഷേ രാഷ്ട്രീയം ഞങ്ങള് ഫുട്ബോള്, മാപ്പിളപ്പാട്ട്, ഇതെല്ലാം കൂടി കലരുന്ന ഒരു നാടാണ്. ഫുട്ബോളിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് അതോടുകൂടെ കഴിയും. അപ്പൊ മത്സരം ഉണ്ടാവും, ശക്തമായ മത്സരം ഇവിടെ ഉണ്ടാവും എന്നാണ് ചിലർ പറയുന്നത്. ശക്തമായത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പൊതുവെ ഞങ്ങൾക്ക് ആധിപത്യമുള്ള മണ്ഡലമായതുകൊണ്ട് ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ. അതായത് മുസ്ലിം ലീഗേ ജയിക്കുള്ളൂ. പക്ഷെ ഇതിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളായി വരണം എന്നൊരു അഭിപ്രായം ലീഗിനുള്ളിൽ തന്നെയുണ്ട്. ശരിയല്ലേ? ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് കഴിവുള്ള ആളാണ് പാർലമെന്റിൽ കഴിവുള്ള ആൾ വരണം. ചെറുപ്പം അതിനൊരു പ്രശ്നമല്ല. അപ്പം നമ്മൾ വലിയങ്ങാടിയിൽ നിന്നാണ് ഇന്നത്തെ ഈ പ്രഭാത പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ കച്ചവടം നോമ്പലായാലും കച്ചവടത്തിന് കുറവൊന്നുമില്ല. കോവിഡ് കാലത്തിന് ആ സമയത്ത് അന്നുണ്ടായില്ല. അന്ന് നമ്മുടെ നാട്ടിലെ കടയെ ആശ്രയിച്ചു ആൾക്കാർ അല്ലേ? സാധനങ്ങൾ എങ്ങനെയാ? എത്ര പൈസ വില കുറച്ച് കൊടുക്കും ഇവിടെ പുറത്തുനിന്ന് മാർക്കറ്റിനേക്കാൾ? 5 രൂപ കൂടുതൽ പിടിച്ചിട്ടേ കൊടുക്കുള്ളൂ. 5 രൂപ കൂടുതൽ പിടിക്കൂ? അങ്ങനെ 5 രൂപ കൂടുതൽ പിടിക്കും എന്ന് പറഞ്ഞ സമയത്ത് ആ വാക്കിന്റെ പ്രശ്നമുണ്ട് അല്ലേ? 5 രൂപ കൂടുതൽ പിടിക്കും എന്ന് പറഞ്ഞാൽ 5 രൂപ പിടിച്ചേ കൊടുക്കത്തുള്ളൂ. ശരി. അപ്പൊ താങ്ക് യു, സന്തോഷം. അപ്പൊ ജനപ്രിയമാവട്ടെ. അപ്പൊ ജനപ്രിയമായ ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വാർത്താ പ്രഭാത പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിയത്. നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അലുക്കുട്ടി കാക്ക ഇങ്ങോട്ട് വന്നാട്ടെ. അലുക്കുട്ടി കാക്ക ഇവർ പറയുന്നത് UDF തന്നെ ജയിക്കുള്ളൂ എന്നാണ്. സംഭവമൊക്കെ ശരിയായിരിക്കും. പക്ഷേ UDF ഭൂരിപക്ഷം കുറയുണ്ട് അല്ലേ? ഭൂരിപക്ഷം കുറയ്ക്കും എന്നുള്ളതാണ്. അതാണ് കാക്ക പറയുന്നത്. കുറഞ്ഞു വരുന്നുണ്ട്. അതെ. അപ്പൊ UDF കോട്ടയിലെ ഒരു പുലിക്കുട്ടിയാണ് നമ്മുടെ അലിക്കാക്ക. അപ്പൊ സന്തോഷം അലിക്കാക്ക കണ്ടതിൽ. അപ്പൊ ഇനി വീഡിയോ ഒന്നും വലിക്കാൻ പാടില്ല. കുറെ വർഷം നിർത്തിയിട്ട് 20 കൊല്ലായി. അപ്പൊ ഇനി നമുക്ക് ബ്രേക്കിംഗ് അവേഴ്സുമായിട്ട് MV നികേഷ് കുമാർ നമുക്കൊപ്പം ചേരും. നമ്മൾ ഇനി യാത്ര തുടരുകയാണ്. അരുൺ കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ് യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകണം. അവിടെ നിന്നുള്ള വിശേഷങ്ങളുമൊക്കെ നാളെ രാവിലെ നമ്മൾ കണ്ടു.